ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കനോ ക്രിയേഷൻ. എല്ലാവർക്കും കനോ ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമുക്ക് തിരുവോണത്തിനല്ല ഓണത്തിന് മൊത്തത്തിൽ കനവിന് കിട്ടിയിട്ടുള്ള ഓണക്കോടികളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് വീഡിയോയിൽ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുട്ടി ബെല്ലൈക്കണം പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. കനവിന്റെ ഓരോ ഡ്രസ്സുകളായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ അച്ഛന്മാര്, അമ്മമാര് എല്ലാവരുമായിട്ട് മേടിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പം എന്താ പറയാ, അങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന ആളെന്നും പറഞ്ഞ് പറയണില്ല കേട്ടോ. കാര്യം എല്ലാവരും ഒന്ന് രണ്ടെണ്ണമൊക്കെ മേടിച്ചു തന്നതായിട്ടൊക്കെ ഉണ്ട്, പിന്നെ മൂന്നാലെണ്ണം മേടിച്ചു തന്നത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ എല്ലാ ഒരാളുടെ തന്നെ ഇങ്ങനെ തന്നെയും പിന്നെയും പറയണ്ട വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റില് തന്നെ ഞാൻ കാണിക്കണ ഓണക്കോടി വന്നിട്ട് ദാണ്ട ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലിൽ ഉള്ള ഒരു ഓണക്കോടിയാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ജീൻസ് ടീഷർട്ട് ഉണ്ട്. പിന്നെ ദാണ്ട് ഇങ്ങനെയാണ് ഇത് വരുന്നത്. രണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു അവന്റെ എന്താ പറയാ, അവന്റെ സൈസിനനുസരിച്ച് ഈ ഒരു സംഭവം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൽ ഇങ്ങനെ ഇടുന്ന ഈ ഒരു സംഭവം അവന്റെ സൈസിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ വരാറുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ. പിന്നെ ഇവിടെ ഒരു എലാസ്റ്റിക് ഉണ്ട് രണ്ട് സൈഡിലും. ഇവിടെ ഇങ്ങനെ ഫിറ്റ് ആയിട്ട് കിടക്കും, കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു കുട്ടികൾ, പെൺകുട്ടികളാണെങ്കിലും അതെ, ആൺകുട്ടികളാണെങ്കിലും അതെ, ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇടുന്നത് നല്ല ഭംഗിയായിരിക്കും. കനവിന് ഇത് പക്ക കറക്റ്റ് ആണ്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് കാണാനായിട്ട്. നല്ല രസമാണ്. റെഡും നേവി ബ്ലൂ ആണ് വരുന്നത്. ബെന്നിൻ ടൈപ്പ് ആണ് കേട്ടോ ഇത്. ഇതാണ് കനവിന്റെ ഫസ്റ്റ് ഓണക്കോടി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓണക്കോടി കാണാം. നെക്സ്റ്റ് വന്നിട്ട് ദാണ്ട് ഈ ഒരു വൈറ്റ് ഇതും ഒരു ടീഷർട്ടാണ്. പക്ഷെ ഇതൊരു ബെന്നിൻ തുണിയല്ല കേട്ടോ, വേറെ എന്തോ ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിന്നെ ഒരു എന്താ പറയാ, ഇതൊരു ചന്ദന കളർ എന്ന് പറയില്ലേ, ആ ഒരു കളർ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ടീഷർട്ട് പോലെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു കുട്ടി നിക്കറുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടെന്ന് വെച്ചാൽ അവന്റെ സൈസിനനുസരിച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാനായിട്ട് പറ്റും. ഇത് ഇവനിപ്പോ ഇത്തിരി ഈ ഒരു നിക്കർ ഇത്തിരി വലുതാണോ എന്ന് തോന്നുന്നു. മുട്ടുവരെ ഉണ്ട് ഇത്. പക്ഷെ എന്താ പറയാ, കുട്ടി നിക്കർ ആയിട്ടിടാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കായിരിക്കും, നല്ല ഭംഗിയായിരിക്കും ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട്. ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പാറ്റേൺ, ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇവന്റെ നെക്സ്റ്റ് ഓണക്കോടി വന്നിട്ട്. ഓക്കെ, അപ്പൊ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അച്ഛൻ കുറച്ച് ഓണക്കോടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാണ്ട കുറച്ച് ഷർട്ടുകളാണ്. കണ്ടോ, ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഷർട്ടുകളാണ്. ഇതിന്റെ തന്നെ നേവി ബ്ലൂ കളർ അവൻ തിരുവോണത്തിന് മുണ്ടിനൊപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനിത് ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഭയങ്കര പിടിച്ചു കിടക്കാണ് ഇപ്പൊ തന്നെ. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാനായിട്ട് പറ്റില്ല. ഈ ഒരു ടൈമിൽ മാത്രമേ ഇടാനായിട്ട് പറ്റുള്ളൂ. ഭയങ്കര ഫിറ്റായിട്ട് ഇപ്പൊ ഫിറ്റ് അടിച്ച പോലെ കിടക്കാണ്. ഇതൊരു എന്താ പറയാ, ഒരു മെറൂൺ കളർ, നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളർ കാണാനായിട്ട്. ഈ ഒരു ഷർട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതും നേവി ബ്ലൂ ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ്, കാരണം ഇങ്ങനെ ഫിറ്റ് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്. ബട്ടൺസ് ആണ്, ത്രൂ ഔട്ട് ബട്ടൺസ് വന്നിട്ട്. പോക്കറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല. എന്താ പറയാ, ഒരു കുട്ടി സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. മുണ്ടിനോടൊപ്പം ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. ഇതാണ് ഫസ്റ്റ് ഷർട്ട്. രണ്ടാമതായിട്ട് അവന്റെ അച്ഛൻ മേടിച്ചിട്ടുള്ള ഷർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുപണ്ണ മേടിച്ചിട്ടുള്ള ഷർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇത് ഒരു ഓഫ് വൈറ്റിനകത്ത് ബ്ലാക്ക്, രണ്ടുകൂടെ മിക്സഡ് ആണ്. പിന്നെ ഇതിനകത്തും ത്രൂ ഔട്ട് ബട്ടൺസ് ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അകത്തൊരു ബ്ലാക്ക് കളർ ബെന്നിനുണ്ട്, കണ്ടോ. ഇതും അവന് ഫിറ്റ് അടിച്ച പോലെ കിടക്കാണ്, ഭയങ്കര പിടിച്ച് കിടക്കാണ്. ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും പാടാവും ഇടാനായിട്ട്. ഇതാണ് നെക്സ്റ്റ്. പിന്നെ കുറച്ച് ഇത് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ ഷർട്ട് മേടിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് മേടിച്ചിട്ടുള്ള 2-3 പാന്റ്സ് ഉണ്ട്. ഇതാണ് ഫസ്റ്റ് പാന്റ് വന്നിട്ട്. കണ്ടില്ലേ, രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. പോക്കറ്റ് ഇങ്ങനെ ബട്ടൺസ് പോലെ ഓപ്പൺ ആക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ സിബ് ഉണ്ട്, രണ്ട് സൈഡിൽ സിബ് വന്നിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ബെൽറ്റ് ഉണ്ട്. ഇതൊരു ചന്ദന കളർ ആണ് ഇത്. പക്ഷേ അവനിപ്പോ ഇത്തിരി
എന്താ പറയാ, ഇച്ചിരി വലുതാണ്. ഇപ്പൊ തന്നെ ഇച്ചിരി വലുതാണ്. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാനായിട്ട് സാധിക്കും. ഇപ്പൊ വലുതാണെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കായിരിക്കും. ഇതാണ് നെക്സ്റ്റ് പാന്റ് വന്നിട്ട്. ഇതിന്റെ തന്നെ ഒരു ടൈപ്പ് ഓഫ് വേറൊരു ടൈപ്പ് ഓഫ് പാന്റ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചതാണ് കേട്ടോ. ഇതാണ് നേവി ബ്ലൂ പ്ലസ് വൈറ്റ്, കണ്ടില്ലേ? ഇതിനകത്തും രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. പോക്കറ്റിൽ രണ്ടും സിബ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. അവന്റെ സൈസ് എങ്ങനെയാണോ അതിനനുസരിച്ച് കെട്ടിക്കൊടുക്കാം. പക്ഷെ ഇത് ഇപ്പോഴും വലുതാണ് കേട്ടോ. ഇതിപ്പോ വലുതാണ്. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നെക്സ്റ്റ് വന്നിട്ട്. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ കനവിന് കിട്ടിയിട്ടുള്ളത് നമ്മൾ ആദ്യം കാണിച്ചില്ലേ, ആ ഒരു ടൈപ്പിൽ തന്നെ വേറൊരു മെറ്റീരിയൽ ആണ് വരുന്നത്. ഇത് വന്നിട്ട് യെല്ലോ പ്ലസ് ബ്ലാക്ക് ആണ്, കണ്ടില്ലേ? യെല്ലോയും ബ്ലാക്ക് കൂടെ ആണ് വരുന്നത്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജീൻസിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ജീൻസ് ആണ്, ജീൻസിന്റെ തുണിയാണ്. പക്ഷെ ഇത് ജീൻസ് അല്ല കേട്ടോ. ഇത് ബെനിയൻ ടൈപ്പിലും, എന്ന് വെച്ചാൽ ഇതിന്റെ അകത്തിടുന്ന ബെനിയൻ ടൈപ്പ് തന്നെ. പുറത്ത് താണ്ട് ഇങ്ങനെ ജീൻസ് ആണ്. ഇവിടെ ഇങ്ങനെ ഫിറ്റ് നേരത്തെ പോലെ എലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നുമില്ല, ജീൻസ് ആയതുകൊണ്ടായിരിക്കണം. ഇതിനകത്തും ഇങ്ങനെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2 ബട്ടൺസ് അവർ വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയാണ്. ഇത് ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇതിപ്പോ ഇടാൻ പറ്റിയിട്ടുള്ള സൈസാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. ഇതാണ് നെക്സ്റ്റ് വന്നിട്ട്, കണ്ടില്ലേ? ഇതാണ് നെക്സ്റ്റ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ബെന്നിൻ ടൈപ്പാണ്. ഭയങ്കര സോഫ്റ്റ് ബെന്നിനാണ്. അത് മാത്രമല്ല ഇതിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ക്യൂട്ടാണ് ഇത് കളർ കാണാനായിട്ട്, കണ്ടില്ലേ? പിങ്കും വൈറ്റും ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ബട്ടൺസിന്റെ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സൈഡിലോട്ടാണ് ഇതിന്റെ ബട്ടൺസ്. ഇവിടെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഇത് എന്നിട്ട് പിന്നെ ഇത് ഫുൾ കൈയാണ് കേട്ടോ. ഫുൾ കൈയാണ്. ഇങ്ങനെയാണ് വരണത്. പിന്നെ ഇതിന് പാന്റ് ആണ്, ഫുൾ പാന്റ് ആണ്. കണ്ട, ഇത് ഇല്ല പോപ്പീസിന്റെതാണ് കേട്ടോ. അപ്പം ഇതാണ് നെക്സ്റ്റ്, കണ്ടില്ലേ? ഇത് രണ്ടും കൂടാണ് വരുന്നത്. നെക്സ്റ്റ് കനവിന്റെ ഓണക്കോടി ഇതാണ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർവാണി പറയില്ലേ, ഷർവാണി ടൈപ്പ്, അതാണ് കേട്ടോ. ഈ ഒരു ഡാർക്ക് ഗ്രീനകത്ത് ഗോൾഡൻ പ്രിന്റഡ് ആണ്. ഇതിന്റെയും ഓപ്പണിംഗ് ഇങ്ങനെ സൈഡിലോട്ടാണ്. അവിടെ ത്രൂ ഔട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നെക്സ്റ്റ്, കണ്ടില്ലേ? ഇതാണ് നെക്സ്റ്റ് ഓണക്കോടി വന്നിട്ട്. പിന്നെ ഇതിന് ഇതാണ്ട് ഈ ഒരു ഗോൾഡൻ കളറിൽ പാൻസ് ആണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ചുരുങ്ങി സംഭവം ഉണ്ട്. പക്ഷെ ഇത് ഇടുമ്പോൾ കറക്റ്റ് ആണ്. ഇപ്പൊ അവന് ഇത് ഇത്തിരി വലുതാണ്, പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കായിരിക്കും. ഇതാണ് നെക്സ്റ്റ് ഓണക്കോടി വന്നിട്ട്. ഒരു ഷർവാണി ടൈപ്പ് ഓഫ് ഓണക്കോടിയാണ്, കണ്ടില്ലേ? ഇതാണ് അവന്റെ നെക്സ്റ്റ് ഓണക്കോടി വന്നിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ, എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെയാണ്. ഇതാണ് നെക്സ്റ്റ് ഓണക്കോടി. ഓക്കെ, ഇനി അടുത്ത ഓണക്കോടി വന്നിട്ട് ഇതൊരു ബെന്നിയൻ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ. ബെന്നിയൻ ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ്. ഒരു ഗ്രീനും പിന്നെന്താ ഇതൊരു ആഷ് കളർ നിക്കർ വന്നിട്ട് ഗ്രീനിന്റെ ബെന്നിയൻ. പിന്നെ ഇവിടെ രണ്ടിടത്തും ഓപ്പണിംഗ് ഉണ്ട്. രണ്ടിടത്തും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണക്കോടിയാണ് ഇത്. നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വെറുതെ എടുത്തിട്ട് പോകാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഓണക്കോടിയാണ്, കണ്ടില്ലേ? ഇതാണ് നെക്സ്റ്റ് ഓണക്കോടി വന്നിട്ട്. ബെന്നിയൻ ടൈപ്പാണ് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് അടുത്തത് ഈ ഒരു അടുത്തത് താണ്ട് ഈ ഒരു യെല്ലോ ടൈപ്പാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെയാണ് വരണത്. ഇതാണ് യെല്ലോ ടൈപ്പ്. ഇതിനകത്ത് ആണ്ട് ഇങ്ങനെ ഒരു ബെന്നിയൻ ക്ലോത്ത് ഉണ്ട്. ബെന്നിയൻ ടൈപ്പ് ഒരു സംഭവം ഉണ്ട്, കണ്ട അകത്ത്. ഇതിങ്ങനെ അകത്തിടുകയാണ്. ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇടുകയാണ്. ഇതാണ് നെക്സ്റ്റ്, കണ്ടില്ലേ? ഇതിന്റെ അകത്ത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിന് തൊപ്പിയുണ്ട്. തൊപ്പി അവന്റെ തലയുടെ വലിപ്പം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി കെട്ടുകൊടുക്കാം. ഇതാണ് നെക്സ്റ്റ് വന്നിട്ട്. അകത്ത് ഈ ഒരു ബെനിയൻ ക്ലോത്ത് ഇടും, വൈറ്റ് കളർ ക്ലോത്ത് ഇടും. പിന്നെ അതിന് വന്നിട്ടുള്ളത് ദാണ്ട് ഇങ്ങനത്തെ ഉള്ള ഒരു ജീൻസിന്റെ ഒരു നിക്കറാണ് വന്നിട്ടുള്ളത്. ഇത് അവന് വലുതാണ് കേട്ടോ. ഇപ്പം പാകമല്ല, ഇത് വലുതാണ്. പിന്നീട് ഇടാനായിട്ടേ പറ്റുള്ളൂ. ഇതാണ് നെക്സ്റ്റ് വന്നിട്ട്. ഇത് രണ്ടുമാണ് നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് ഇതാണ് നെക്സ്റ്റ് അവന്റെ ക്ലോത്ത് ഓണക്കോടി വന്നിട്ട്. ഇതാണ്
ഇത് കണ്ടില്ലേ, നേവി ബ്ലൂ ആണ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ. ഗ്രീനകത്ത് ഇങ്ങനെ നേവി ബ്ലൂ ആണ് ത്രൂ ഔട്ട് വന്നിരിക്കുന്നത്. ഇതാണ് നെക്സ്റ്റ് ഓണക്കോടി വന്നിട്ട്. ഈ ഒരു ഷർട്ടിന്റെയും ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്ട് ഇങ്ങനെ ഇത് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ കേട്ടോ. ഇങ്ങനെ സൈഡാണ് ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാന്റ് അല്ല, ഈ ഒരു നിക്കർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ഈ ഒരു നിക്കർ കാണാനായിട്ട് നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എല്ലാത്തിനും ഇത് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇങ്ങനെ അവരുടെ സൈസ്, അവരുടെ ഒരു ഇതനുസരിച്ച് നമുക്കിതിങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇതായിരുന്നു നെക്സ്റ്റ് ഓണക്കോടി. കനവിന്റെ നെക്സ്റ്റ് ഓണക്കോടി വന്നിട്ട് ഇതാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഷർട്ടും പാന്റും ആണ് കേട്ടോ. താണ്ട് ഈ ഒരു ഓറഞ്ച് കളർ ഷർട്ടും പിന്നെ ഈ ഒരു ജീൻസിന്റെ ബ്ലൂ കളർ പാന്റും ആണ് വരുന്നത്. ഇത് കറക്റ്റ് ഷർട്ട് എങ്ങനെയാണ്, ഷർട്ട് മോഡൽ തന്നെയാണ്. രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്, കണ്ടില്ലേ. പിന്നെ ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു പാന്റ് ആണ്, ഇതിനകത്ത് ബെൽറ്റ് ഉണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വലുതാണ്. പക്ഷെ നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ കളറൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കനവിന്റെ നെക്സ്റ്റ് ഓണക്കോടി വന്നിട്ട്. ഇനി അടുത്ത ഓണക്കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു എന്താ പറയാ, ഗ്രീനും ഒരു ഓഫ് വൈറ്റും കൂടെ കാണിച്ചില്ല, ആഷ് കളറും കൂടെ കാണിച്ചില്ലേ. അതിന്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് വന്നിട്ട് മെറൂണും ഈ ഒരു ആഷ് കളറും കൂടെ ആണ്. അതേ പാറ്റേൺ തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, പുറത്തൊക്കെ പോകുമ്പോൾ വെറുതെ എടുത്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണിത്. ഇതാണ് രണ്ട് സൈഡിൽ രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, നല്ല ബെന്നിയൻ മെറ്റീരിയൽ ആണ്, സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇതാണ് കനവിന്റെ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കനവിന് കിട്ടിയിട്ടുള്ള ഓണക്കോടികളെല്ലാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുട്ടി ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.